അയ്യോ ഇതാര്? ഈ കള്ളിഷാറ്റല്ലേ നീ അന്ന് വെള്ളത്തിൽ ചാടി? നല്ല ഓർമ്മയുണ്ട്. അയ്യോ ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞോളൂ. നിനക്ക് 100 ആയുസ. എന്നെ കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾ അവളെ ദ്രോഹിക്കുന്നത്? ഞാൻ വന്നല്ലോ, ഇനി അവളെ വിട്ടേക്കൂ. പിന്നെന്താ, എനിക്ക് നീയല്ലേ വേണ്ടു ലോനപ്പാ. ആ പാവം പെൺകുട്ടിയെ വിട്ടിട്ട് ഈ പാവം ആൺകുട്ടി അകത്തിട്ടുള്ളൂ. ഞാൻ എന്തോ മറന്നല്ലോ. ആ ചാരായകുപ്പി എവിടെയുണ്ട്? വാച്ച് ഷർട്ടിലുണ്ട്, ഷർട്ട് ഏങ്ങറിലുണ്ട്. വൈഫ് എന്തോ പറഞ്ഞല്ലോ. തന്നെ പോലീസ് വല്ലാതെ ഉപദ്രവിച്ചില്ലേ? ആ, ഇവിടെ എങ്ങനെ? കുഴപ്പമില്ല. അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അവരവിടെ വീട്ടിലൊറ്റയ്ക്ക്. ഞാനില്ലടാ, എന്റെയും കൂടെ അമ്മയല്ലേ. നീ പുറത്തു വരുന്നവരെ അവരോടൊപ്പം ഞാനുണ്ടാവും. അവളുടെ സ്ഥിതി? പോലീസ് അവളെ ആശുപത്രിയിലാക്കിയിരിക്കുക. എന്നെ കാണാൻ സമ്മതിച്ചില്ല. ലക്ഷ്മി ഇന്നലെ പോയി. അവള് ട്രെയിനിങ്ങിന് പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അവളുടെ കാര്യം എനിക്ക് കേൾക്കണ്ട. അവളാ എന്നെ ഒറ്റിക്കൊടുത്തത്. സ്റ്റേഷനിൽ വെച്ച് ഞാൻ അറിഞ്ഞു. അത് മാത്രം എന്നെ വേദനിപ്പിച്ചത് വാസു. അത് മാത്രമേ എന്നെ വേദനിപ്പിക്കുന്നുള്ളൂ. റിസപ്ഷനിൽ നിന്നാണ്. ഒരു മുൻമന്ത്രി ഗോപാലൻ നായർ കാണാൻ അനുമതി ചോദിക്കുകയാണ്. വരൂ, ഇരിക്കൂ. വർഷങ്ങളായി എന്റെ പ്രവർത്തനം ഒരു വിപ്ലവകാരി എന്നുള്ള നിലയ്ക്കാണെങ്കിലും രഹസ്യമായി ഉള്ളിന്റെ ഉള്ളിൽ ഞാനൊരു ദൈവവിശ്വാസിയാണ്. സ്വാമിയുടെ അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത്. എന്തനുഗ്രഹം? കഷ്ടമാണ് സ്വാമി എന്റെ ഇപ്പോഴത്തെ സ്ഥിതി. മന്ത്രിസ്ഥാനം പോയി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പണവും നഷ്ടപ്പെട്ടു. കൂടെ നിന്നവരെല്ലാം, ആ ശേഖരനടക്കം, എന്നെ ചതിച്ചു. നമ്മുടെ ഈ നാൽക്കവലയിൽ കോണോ തയ്ച്ച് ജീവിച്ചിരുന്ന ശേഖരനെ ഞാനാണ് പാർട്ടിയിൽ കൊണ്ടുവന്ന് നേതാവാക്കി ജീവിക്കാനുള്ള വക കാണിച്ചു കൊടുത്തു. അറിയാലോ. വേണ്ട, അതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ സങ്കടമാണ് സ്വാമി ഞാൻ ഈ പറയണത്. സ്വാമി എന്നെ രക്ഷിക്കണം. അവസാനം ക്ഷുദ്രകർമ്മം നടത്തിയാണ് ശത്രുക്കൾ എന്നെ തോൽപ്പിച്ചത്. അതിനെതിരായി സ്വാമി ഒരു പ്രതിക്രിയ ചെയ്തു തരണം. ഇത്തരം വിദ്യകളൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. എങ്കിലൊരു അപേക്ഷയുണ്ട്. എന്റെ രാഷ്ട്രീയ ഭാവി ഒന്ന് പറഞ്ഞു തരണം. ഈ പാർട്ടിയിൽ തന്നെ നിന്നാൽ എന്റെ ഭാഗ്യം തെളിയുമോ? വീണ്ടും മന്ത്രിയാവാനൊക്കുമോ? ഞാൻ കാലു മാറണോ? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. ഭാവി പ്രവചിക്കാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും കഴിവുള്ള ചില സന്യാസിമാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത്തരം സിദ്ധികളൊന്നും എനിക്കില്ല. ഉണ്ടെന്നാണ് ഞങ്ങളുടെ എളിയ അറിവ്. കണ്ണില്ലാത്തവന് സ്വാമി കാഴ്ച കൊടുത്തു, മഹാരോഗം മാറ്റിക്കൊടുത്തു, അടുത്ത പ്രധാനമന്ത്രി ആരാണെന്ന് സ്വാമി പ്രവചിച്ചു. ആ കേട്ടതൊന്നും ശരിയല്ല, സത്യമല്ല. പിന്നെ എങ്ങനെയാ സ്വാമി ഈ ജനങ്ങളെ മുഴുവൻ ആകർഷിച്ചത്? വാദപ്രതിവാദത്തിന് ഞാനില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തു പറയാനാ? നഷ്ടപ്പെട്ട മന്ത്രിപദം വീണ്ടും കിട്ടുക, അല്ലെങ്കിൽ ജീവിതത്തിൽ എനിക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല സ്വാമി. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അനുഭവിച്ച സുഖം മറ്റെങ്ങും കിട്ടില്ല അല്ലേ? അതിനുവേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ കാര്യമില്ല. മനസ്സിലായി. 10 നൂറ്റി ചില്ലാനും നാഴിക ഓടിയ പെട്രോളിന്റെ കാശ് നഷ്ടം. സ്വാമി,
ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് തീവ്രവാദികളുടെ അക്രമം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് തന്നെയാണ്. എത്രയും വേഗം ഇവരെ മുഴുവൻ നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ കസേര പോകും. ശേഖര, ഞാൻ മീറ്റിംഗിലില്ല. വകുപ്പ് മന്ത്രി അകത്തുണ്ടല്ലോ. ഞാനും അവനും കൂടെ കണ്ടാൽ പട്ടിയും പൂച്ചയും പോലെ. ഇത് തന്നെ അദ്ദേഹവും പറയണേ. പക്ഷെ ഇതിലിപ്പോ പട്ടി ഏതാ പൂച്ച ഏതാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മറ്റവന്മാരിവിടെ ഭരിച്ചിരുന്ന കാലത്ത് താൻ ഇതുപോലുള്ള ചില തമാശകൾ പറഞ്ഞ് പത്രക്കാരെഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. കൊടു നോക്കിയാൻ. ഇവിടെ അത് എന്നോട് വേണ്ട കേട്ടോ, മനസ്സിലായോ? കഴുത തൊപ്പിയും വെച്ച് നടക്കുക മനുഷ്യരെ ചിരിപ്പിക്കാൻ. ഇവിടുത്തെ തീവ്രവാദികൾ ഒതുക്കാൻ സർക്കാർ ഉണ്ടാക്കിയ സ്പെഷ്യൽ സ്ക്വാഡിന്റെ മുഴുവൻ ചാർജും മിസ്റ്റർ അയ്യരെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ജിയോ വാങ്ങിച്ചോളൂ. ഒരു തങ്കത്തളിയിൽ വെച്ചായിരുന്നു തരേണ്ടിയിരുന്നത്. അതെന്താണോ? അല്ല, ജീവൻ പണയം വെച്ചുള്ള കളിയാണല്ലോ. നല്ല ഐശ്വര്യത്തോടു കൂടി തുടങ്ങുമായിരുന്നു. അവറ്റകളോടൊരു ദയവും ദാക്ഷിണവും വേണ്ട, അടിച്ചമർത്തണം. ഇത് തന്നെയാണ് അവരുടെയും തീരുമാനം. ഏതായാലും അടിച്ചു നോക്കാം, രണ്ടാലൊന്നറിയാലോ. സ്വാമി, ഞങ്ങൾക്ക് ഇവിടെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഒന്ന് പുറത്തേക്ക് നിൽക്ക്. നമുക്കിവിടെ ആലോചിക്കാനുള്ളത് വായൂർ ദേവസ്വം ബോർഡ് പ്രശ്നമാണ്. വായൂർ ദേവസ്വം ബോർഡിലേക്ക് ഞങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാനുള്ളത് പാർട്ടിയുടെ യുവജന നേതാവ് ഈ നിൽക്കുന്ന ശിവപ്രസാദിനെയാണ്. ആക്ഷേപം ഉള്ളവർക്ക് ഇപ്പൊ പറയാം. നമ്മുടെ മുഖ്യനോടൊന്ന് ആലോചിക്കാതെ പെട്ടെന്നിങ്ങനെ. അയാള് മുഖ്യൻ, നിങ്ങൾ മന്ത്രിമാർക്കല്ലേ, എനിക്കല്ല. എന്താ എതിർപ്പുണ്ടോ? ഇല്ല, സഖാവിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആ, സഖാവേ, എന്താന്ന്? അല്ല സാറേ, നമ്മളെ മന്ത്രിസഭ കൂടിയിരിക്കാണല്ലോ. പിന്നെ ദേവസ്ഥത്തില് ഒരു ഹരിജൻ മെമ്പർ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവല്ല കാശ് വീഴുന്ന പണിയാണോ? വീഴും വീഴും, ചെല്ലേ. ട്രാഫിക്കിലേക്ക് കയറാന്ന് വിചാരിച്ച ഞാൻ ഇവന്റെ ഒക്കെ മുമ്പിൽ കിനിഞ്ഞും തൊഴുതൊക്കെ നിന്നത്. ദിവസം 10 ലോറി പിടിച്ച ജീവിത സുഖമായി എന്ന് വിചാരിച്ചതാ. ഇപ്പൊ സുഖമായി. ലോറി വേണ്ട, തീവ്രവാദികളെ പിടിച്ചോളാനാ കൽപ്പന. പിടിക്കാൻ അങ്ങോട്ട് ചെന്നാ പിടിച്ചോളിച്ചട്ടാ എന്ന് പറഞ്ഞ കൈകിട്ടി നിക്കല്ലേ. അല്ല, ആകാൻ പോണ മെമ്പറെ അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. ഇവന്മാരുടെ തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടാ? എന്താ തന്റെ തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടോന്ന്? തന്റെ തലയ്ക്ക് ഉള്ളില് വല്ല ഭ്രാന്തുണ്ടോ? അല്ല, എനിക്ക് ഭ്രാന്തില്ല. അങ്ങനെ മാറിക്കണം. എടോ, അങ്ങോട്ട് മാറി പിടിക്കേണ്ട കൊരങ്ങ് അങ്ങോട്ട് കയറണേ. തമാശ നമസ്കാരം. അവരവിടെ സീരിയസ് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ താങ്കളുടെ എന്നെ ഉപദ്രവിക്കാൻ വരണേ. ഞാനോ? എടോ, എന്റെ ഗതികേടിന് താനെങ്ങാൻ വല്ല മന്ത്രിയായ ഈ പക എന്നോട് കാണിക്കരുത്. പോലീസുകാരന്റെ ഗതികേട് തനിക്കറിയാലോ. 2 വള്ളത്തിലായിട്ടാ ഞങ്ങളുടെ നിൽപ്പ്. താനെങ്ങനെ എന്റെ പിന്നാലെ പറയുന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. വീടുണ്ട് ഇതിന്. ലക്ഷങ്ങൾ വരുമാനമുള്ളൊരു മഹാക്ഷേത്രം, കീഴിൽ കുറേയധികം അമ്പലങ്ങളും, അതിന്റെ മുഴുവൻ അധിപനായ നിന്നെ അയക്കുന്നത് മുഖ്യമന്ത്രിയല്ല, പാർട്ടിയല്ല, ഞാനാ നിന്നെ വാഴിക്കുന്നത്. അത് മറക്കണ്ട. ശിവപ്രസാദ് എന്ന ഞാൻ ഈശ്വരനിലും ഹിന്ദുമതത്തിലും ക്ഷേത്രാരാധനയിലും വിശ്വസിക്കുന്നു. ജാതി ഉപജാതി വ്യവസ്ഥയിലും ഉപജാതി വ്യവസ്ഥയിലും ഐക്യത്തിലും വിശ്വസിക്കുന്നില്ല. ദേവസ്വം ചെയർമാൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിക്കുന്ന ചുമതലകൾ ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും വിശ്വാസം വളർത്തുന്നതിനും വേണ്ടി സത്യസന്ധമായി ഭക്തിയോടെ നിർവഹിച്ചു കൊള്ളാമെന്നും സർവശക്തനായ ദൈവത്തിന്റെ പേരിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.
അമ്പലങ്ങളുടെ അക്കൗണ്ട്സ് മാത്രമാണ് ഈ കോളേജുകളുടെ ഹോസ്പിറ്റലിലേക്ക് ഓഫീസ് ഖജനാവിന്റെ പുറകിലാണ്. അദ്ദേഹം ചീഫ് അക്കൗണ്ടന്റ് രാമസ്വാമി. തന്ത്രിയാണ്. ഓ, പുതിയ ചെയർമാൻ പരമേശ്വരൻ നമ്പൂതിരി, ഇത് ചിത്രം നമ്പൂതിരി, കീഴ്ശാന്തി. പതിവായി എന്താ ഇവിടുത്തെ പൂജകളും കർമ്മങ്ങളും? കാലത്ത് 3 മണിക്ക് അഭിഷേകം നല്ലെണ്ണയിൽ, പിന്നെ വാകച്ചാർത്ത് നെന്മേനി വാകയ പതിവ്. അത് കഴിഞ്ഞ് ശംഖാഭിഷേകം, സ്വർണ്ണക്കലശാഭിഷേകം, 7:30 പാലഭിഷേകം, നവകാഭിഷേകം. പൂജയും നിവേദ്യങ്ങളും വേറെയില്ലേ? 8 പന്തീരടി നിവേദ്യം, ഉച്ച നിവേദ്യം, അഗ്നി നിവേദ്യം, അഴൽ. മതി, ആവശ്യമില്ലാത്ത ദുഷ്ചെലവുകൾ നിർത്തണം. അതിപ്പോ ഏതാന്ന് വെച്ചാ? ഞാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, അറിയിക്കാം. എവിടേക്കാ ഈ നേരത്ത്? പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് അഡ്മിനിസ്ട്രേറ്റർ ആളെ അയച്ചിരിക്കണം. എന്താണാവോ കാര്യം? അച്ഛാ, കൂടെ എടുക്കണ്ടേ? പരിഭ്രമത്തിനിടയിൽ ഞാനിതങ്ങ് മറന്നു. ഗോപീപീന പയോധര മർദ്ദന ചഞ്ചല കരയുഗ ശാലി. ഇത് അമ്പലത്തിൽ നിന്ന് കൃഷ്ണാട്ടുണ്ട്. ശ്രീദേവി വരുവോ? രാസക്രിയുടെ കഥ. ആര് വിളിച്ചാലും വയ്യാണ്ടിരിക്കണ അച്ഛനെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. അപ്പോ നമ്മുടെ വേല കഴിഞ്ഞാലും ശ്രീദേവി ഇങ്ങനെ തന്നെ ആവോ പറയാ, അച്ഛനെ വിട്ട് എന്റെ ഒപ്പം വരില്ല എന്ന്? ആ, അതൊക്കെ അപ്പോഴല്ലേ. രതിസുഖ സാരേ ഗതമഭി സാരേ. തിരുമേനിക്ക് ശൃംഗാര ഈടെ ഇത്തിരി കൂടണുണ്ട്. ദേ, ഞാൻ ശൃംഗരിക്കുന്നത് എന്റെ മണ്ണിനോടാ, നിന്നോടല്ല. ഓ, സാറ് വന്നോ? സത്യപ്രതിജ്ഞയ്ക്ക് പോലും കാണാത്തപ്പോ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഉദ്യോഗം രാജിവെച്ചു പോയെന്ന്. എന്തിനു പോണം? കള്ളുകൂടിയനും തെമ്മാടിയുമായ ഒരുത്തന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരേണ്ട ഗതികേടോർത്ത്. അല്ലെങ്കിൽ അന്നെന്നെ പോലീസിന് ഒറ്റിക്കൊടുത്ത കുറ്റബോധം കൊണ്ട്. മിസ്റ്റർ ചെയർമാൻ, ഐ എം നോട്ട് ഹിയർ ടു ടേക്ക് യുവർ പേഴ്സണൽ ഗ്രഡ്ജ് ഓഫ് റിവെഞ്ച്. ഒഫീഷ്യൽ ഡ്യൂട്ടിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ചെയർമാന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് കേൾക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ചിലത് പറയാൻ. പറയണം. ക്ഷേത്രാചാരങ്ങളും ആരാധനാക്രമങ്ങളും പഠിക്കാതെ ചെയർമാൻ തനിച്ചെടുത്ത തീരുമാനങ്ങളിൽ ആക്ഷേപമുണ്ട്. ഏതവന്റെ ആക്ഷേപം? എനിക്കത് പ്രശ്നമല്ല. പഠിപ്പിന്റെ കാര്യമാണെങ്കിൽ ഇയാളെ പോലെ IAS ബിരുദവും സബ് കളക്ടർ പദവിയൊന്നും ഇല്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഇവിടുത്തെ ഭരണം എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. തനിച്ചു കഴിയുമെന്ന് തോന്നിയില്ല, പ്രത്യേകിച്ചും ക്ഷേത്രത്തിനകത്ത്. അതിനധികാരപ്പെട്ടവർ വേറെയുണ്ട്. അച്യുത, വിളിക്കൂ. ഓഹോ, ഇദ്ദേഹത്തിനാണോ ആക്ഷേപം? നേരിട്ട് പറയാൻ പഠിച്ചോണ്ടാ പരാതി അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുത്തത്. എന്ത് പരാതി? ക്ഷേത്രത്തിലെ നിത്യപൂജ അടക്കമുള്ള കാര്യങ്ങളിൽ ചെയർമാൻ ഇടപെട്ടത് ശരിയായില്ല. ചെലവ് ചുരുക്കാനാണെങ്കിൽ നിങ്ങൾ അതിന് വേറെ വഴി ആലോചിക്കണം. വിധിപ്രകാരം നടത്തുന്ന കർമ്മങ്ങളിൽ പിശുക്കരുത്. എന്ത് വിധി? ദേവന്റെ പേരില് തിടപ്പള്ളിയിൽ വേവുന്ന നിവേദ്യ ചോറ് തൊട്ട് പാല്, നെയ്യ്, അപ്പ, അട, പ്രഥമൻ വരെ നമ്പൂരിമാരെ ഇല്ലങ്ങളെ കടത്തുന്നോ? ഇനി അങ്ങനെ കട്ടുപിടിക്കാൻ സമ്മതിക്കില്ല. നൈവേദ്യം കൊണ്ടുപോകുന്നത് അതിനവകാശപ്പെട്ടവരാണ്. അത് തടയാനാവില്ല ആർക്കും. പിന്നെ കട്ടുപിടിക്കാൻ വന്നതാണെന്ന് നാം പറയണില്ല. തിരുവേനി, കൂട്ടം കൂടാനല്ല നാം ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി തരാനാ. വേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. ഇതുകൂടി കേൾക്കണം. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തെ